നമസ്കാരം. നമ്മൾ ഇന്ന് ബുദ്ധിശക്തിയെക്കുറിച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. സാധാരണ നമ്മുടെ ഈ ജി ഫാക്ടർ, എസ് ഫാക്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതെ അതെ. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡാസ്, നഗ്ലിയേരി, കിർബി അവരുടെ പാസ് സിദ്ധാന്തമാണ്. ഇത് വിവരങ്ങൾ തലച്ചോർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ആ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ശരിയാണ്. ഇത് MA സൈക്കോളജി വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇത് അലക്സാണ്ടർ ലൂറിയയുടെ ന്യൂറോ സൈക്കോളജിക്കൽ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. തീർച്ചയായും. ഈ സിദ്ധാന്തം ശരിക്കും ബുദ്ധിയെ അളക്കുന്ന ഒരു രീതി എന്നതിലുപരി അബുദ്ധിപരമായ കഴിവുകൾക്ക് പിന്നിലെ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നു. ലൂറിയയുടെ ആ തലച്ചോറിന്റെ പ്രവർത്തന യൂണിറ്റുകളാണ് ഇതിന്റെ ഒരു അടിത്തറ. ലൂറിയയുടെ ആ യൂണിറ്റുകൾ അതൊന്ന് വിശദമാക്കാമോ? കാരണം ഈ പാസ് മോഡലിലെ 4 ഘടകങ്ങൾ P, A, S, S ഇവ ആ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടാണെന്ന് വരുന്നത്. അതെ, നേരിട്ട് ബന്ധമുണ്ട്. ലൂറിയയുടെ ഒന്നാമത്തെ യൂണിറ്റ് അത് തലച്ചോറിന് വേണ്ട ഒരു അടിസ്ഥാന ഉണർവ്, എറൗസൽ, പിന്നെ ശ്രദ്ധ, അറ്റൻഷൻ, ഇവയൊക്കെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. നമ്മുടെ ബ്രെയിൻ സ്റ്റെം, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ വരും. ഓക്കെ. ഇത് പാസ് മോഡലിലെ A, അതായത് അറ്റൻഷൻ എന്നതിന് അടിത്തറയാകുന്നു. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്താനുള്ള കഴിവ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ശ്രദ്ധയുടെ അടിസ്ഥാനം, രണ്ടാമത്തേതപ്പോ ഈ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രോസസ്സിംഗ്. ശരിയാണ്. രണ്ടാം യൂണിറ്റാണ് വിവരങ്ങൾ സ്വീകരിക്കുക, വിശകലനം ചെയ്യുക, പിന്നെ സംഭരിക്കുക, അതായത് കോഡിംഗ്. ഇവിടെയാണ് ലൂറിയ 2 പ്രധാനപ്പെട്ട പ്രോസസ്സിംഗ് രീതികൾ പറയുന്നത്. ഒന്ന്, സൈമൾട്ടേനിയസ് പ്രോസസ്സിംഗ്. സൈമൾട്ടേനിയസ് അതായത് വിവരങ്ങളെ ഒന്നിച്ച് ഒരു മൊത്തത്തിലുള്ള രൂപത്തിൽ കാണുക, അവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മാപ്പ് നോക്കി വഴി മനസ്സിലാക്കുന്നത് പോലെ. മനസ്സിലായി. ഇത് തലച്ചോറിന്റെ പുറകിലുള്ള ഓക്സിപിറ്റൽ പെരൈറ്റൽ ഭാഗങ്ങളുമായിട്ടാണ് ബന്ധം. അതായത് പല ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു പൂർണ്ണ ചിത്രമുണ്ടാക്കുന്ന കഴിവ്. മറ്റേ രീതിയോ? മറ്റേത് സക്സസീവ് പ്രോസസ്സിംഗ്. വിവരങ്ങളെ ഒരു ക്രമത്തിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഒരു വാചകത്തിലെ വാക്കുകൾ അതേ ഓർഡറിൽ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഓക്കെ. ഇത് തലച്ചോറിലെ ഫ്രോണ്ടോ ടെമ്പറൽ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ 2 പ്രോസസ്സിംഗ് രീതികളാണ് പാസ് മോഡലിലെ 2 എസ്സുകൾ അല്ലേ? സൈമൾട്ടേനിയസും സക്സസീവും. അതെ അതെ. ലൂറിയയുടെ രണ്ടാം യൂണിറ്റിൽ നിന്നാണ് ആ 2 എസ്സുകളും വരുന്നത്. കൊള്ളാം. ഇനി മൂന്നാമത്തെ യൂണിറ്റ്, അതും പാസിലെ P, അതായത് പ്ലാനിങ്ങും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ലൂറിയുടെ മൂന്നാമത്തെ യൂണിറ്റ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചിന്താപ്രക്രിയകളെയാണ് നിയന്ത്രിക്കുന്നത്. എന്നുവെച്ചാൽ ലക്ഷ്യങ്ങൾ വെക്കുക, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അത് നടപ്പിലാക്കുക, പിന്നെ അതിന്റെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കുക, ആവശ്യമെങ്കിൽ പ്ലാനിൽ മാറ്റം വരുത്തുക, ഇതൊക്കെ. ഇത് പ്രധാനമായും തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ് ഒക്കെ വരുന്ന ഭാഗം. അതെ. പ്രശ്നപരിഹാരം, തീരുമാനമെടുക്കൽ, സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഇതിൽ വരും. ഇതാണ് PASS മോഡലിലെ P, അതായത് പ്ലാനിംഗ് എന്നതിന്റെ അടിസ്ഥാനം. അപ്പോ ശരിയാണ്. ലൂറിയുടെ 3 യൂണിറ്റുകൾ യഥാക്രമം അറ്റൻഷൻ A, സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ് S ആൻഡ് S, പ്ലാനിംഗ് P, ഈ PASലെ 4 ഘടകങ്ങളുമായിട്ട് കൃത്യമായി യോജിച്ചു പോകുന്നുണ്ട്. ഇത് ശരിക്കും ബുദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റുന്നുണ്ട് അല്ലേ? വെറുമൊരു സ്കോർ എന്നതിനപ്പുറം ഇതൊരു ആക്റ്റീവ് കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. അതെ, അതാണ് ഈ സിദ്ധാന്തത്തിന്റെ ഒരു പ്രധാന മെച്ചം. ഇനിയിപ്പോ ഇതിനെ നമ്മളൊന്ന് ക്രിട്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ, 1, ഇതൊരു പുതിയ സമീപനമാണ്. ബുദ്ധിയെ കോഗ്നിറ്റീവ് പ്രോസസ്സുകളായിട്ട് കാണുന്നു എന്നത് തന്നെ ഒരു നോവൽറ്റിയാണ്. ശരിയാണ്. 2, ലൂറിയയുടെ ന്യൂറോ സൈക്കോളജിക്കൽ സിദ്ധാന്തങ്ങളിൽ അടിസ്ഥാനമിട്ടതുകൊണ്ട് ഇതിനൊരു നല്ല ശാസ്ത്രീയ അടിത്തറയുണ്ട്. വെറുതെ ഒരു ഊഹം പറയുകയല്ല. അതെ, ആ ഒരു ക്ലിനിക്കൽ നിരീക്ഷണങ്ങളിൽ നിന്നുള്ളൊരു സിദ്ധാന്തം, അതോടൊപ്പം ബുദ്ധിയെ പല കഴിവുകളുടെ ഒരു കൂട്ടമായി കാണുന്നത്, ആ മൾട്ടി ഡയമെൻഷണൽ വ്യൂ, അതും ഇന്നത്തെ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ കാഴ്ചപ്പാടുമായിട്ട് ചേരുന്നുണ്ട്. തീർച്ചയായും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു വെറും സിദ്ധാന്തം മാത്രമല്ല, ഇതിനൊരു പ്രായോഗിക ഉപകരണം കൂടിയുണ്ട്. അതാണ് കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റം, CAS എന്ന് പറയും. CAS? അതെ, CAS. ഇത് ഈ പറയുന്ന PASS പ്രക്രിയകളെ പ്ലാനിംഗ്, അറ്റൻഷൻ, സൈമൾട്ടേനിയസ്, സക്സസീവ്
ഇവയൊക്കെ അളക്കാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റിംഗ് ടൂളാണ്. അപ്പോൾ ഈ CAS ടെസ്റ്റ് കൊണ്ട് യഥാർത്ഥത്തിൽ പ്രയോജനമുണ്ടോ? പ്രത്യേകിച്ച് ഈ പഠന വൈകല്യങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ. ഉണ്ട്. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് റോണിംഗ് 2004 നടത്തിയ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് CAS ഉപയോഗിച്ച് കുട്ടികളിലെ വായനയിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കണക്കിലെ പ്രശ്നങ്ങൾ ഇതിനൊക്കെ പിന്നിലുള്ള കാരണം കണ്ടെത്താൻ പറ്റുമെന്നാണ്. അതെങ്ങനെയാണ്? അതായത് വെറുതെ കുട്ടിക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ പ്രശ്നം സക്സസീവ് പ്രോസസ്സിംഗിലായിരിക്കാം, അല്ലെങ്കിൽ അറ്റൻഷനിലായിരിക്കാം. ഇത് തിരിച്ചറിഞ്ഞാൽ അതനുസരിച്ചുള്ള പ്രത്യേക പരിശീലനം, ഇന്റർവെൻഷൻ പ്രോഗ്രാം കൊടുക്കാൻ പറ്റും. ശരിയാണ്. വെറും IQ സ്കോർ നോക്കുന്നതിനേക്കാൾ ഇത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണല്ലേ? പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്താൻ സഹായിക്കും. അതെ, അതാണ് കാര്യം. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ പാസ് സിദ്ധാന്തം ബുദ്ധിയെ പ്ലാനിംഗ്, അറ്റൻഷൻ, സൈമൾട്ടേനിയസ്, സക്സസീവ് എന്നീ 4 കോഗ്നിറ്റീവ് പ്രോസസ്സുകളായി കാണുന്നു. ലൂറിയയുടെ സിദ്ധാന്തങ്ങളാണ് ഇതിന്റെ പിന്നിൽ. CAS പോലുള്ള ടൂൾസ് ഇതിനെ അളക്കാനും സഹായിക്കുന്നു. അതെ. നിങ്ങൾ ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരാളുടെ IQ സ്കോർ എത്രയാണെന്നറിയുന്നതിനപ്പുറം അവരുടെ ഈ കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ അവരെങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്, വിവരങ്ങൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഇത് മനസ്സിലാക്കുന്നതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും ക്ലിനിക്കൽ സെറ്റിംഗ്സിലും എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും. വെറുതെ ബുദ്ധി കുറവാണെന്ന് പറയുന്നതിന് പകരം ഒരു പ്രത്യേക കോഗ്നിറ്റീവ് പ്രോസസ്സിൽ ഒരു വീക്ക്നെസ് ഉണ്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഇടപെടലുകൾക്ക് കുറച്ചുകൂടി ഫോക്കസ് കിട്ടില്ലേ? തീർച്ചയായും. ആ ഒരു തിരിച്ചറിവ് വ്യക്തികളെ സഹായിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്രധാനം. ഈ കോഗ്നിറ്റീവ് പ്രോസസ്സുകളിലേക്കുള്ളൊരു മാറ്റം അത് പുതിയ സാധ്യതകളാണ് തുറന്നു തരുന്നത്. അപ്പോൾ ഈ ഒരു ചിന്തയോട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വിശകലനം ഇവിടെ നിർത്താം. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം.